ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന കേക്കാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ബനാന കേക്ക്. അതും നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോഴാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ വരുമല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമേ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. ആദ്യമായിട്ട് 2 പഴം വേണം, ഏത്തപ്പഴം, 2 മുട്ടയും. 2 പഴം എന്നുള്ളത് ഒരു ഏത്തപ്പഴം ആയാലും മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണേ. എന്നിട്ട് 2 മിക്സിയുടെ ജാറും വേണം. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, ഈ പാത്രങ്ങളിലൊന്നും വെള്ളം ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഒരു തുള്ളി പോലും അതിൻ്റെ ആ ബ്ലേഡിനിടയ്ക്കൊന്നും വെള്ളം വരാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. എൻ്റെ കയ്യിരിക്കുന്ന സ്പൂണ് കണ്ടോ, അതാണ് ടേബിൾ സ്പൂണ്. ആ ടേബിൾ സ്പൂണിന് 6 സ്പൂൺ പഞ്ചസാര. അപ്പം ഞാനെടുത്ത മറ്റേ സ്പൂൺ പോലത്തെ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഞാനിപ്പോൾ രണ്ടാമത് കാണിച്ച ആ സ്റ്റീൽ സ്പൂൺ നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിന് 6 സ്പൂൺ പഞ്ചസാര ആ ചെറിയ ജാറിനകത്തിട്ട് പൊടിക്കണം. പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഞാൻ 2 ജാർ എടുക്കാൻ കാരണം, ഈ പഞ്ചസാര പൊടിച്ച് ജാറിനകത്ത് വേണം നമുക്കിനി ഏത്തയ്ക്ക അരച്ചെടുക്കാൻ, പൾപ്പാക്കാൻ. ഇതാണ്ട് അതിനകത്തേക്ക് ഒരു 2-3 ഗ്രാമ്പു ഇടണം. ഈ പഞ്ചസാര പൊടിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഗ്രാമ്പു ഇടേണ്ടത്. അതിനുശേഷം ഞാൻ പഞ്ചസാര പൊടിച്ചിട്ട് വന്നു. ആണ്ടെ ഇതുപോലൊരു പാത്രം, ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന തട്ടമില്ലേ, ആ തട്ടമായാലും മതി. അപ്പോൾ ആ തട്ടം എടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ തട്ടം എടുത്താലും മതി. ആ തട്ടം എടുത്തിട്ട് നമ്മുടെ A4 സൈസ് പേപ്പറില്ലേ, അത് ഇതുപോലെ വട്ടത്തിലാക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് എണ്ണ പുരട്ടിയിട്ട് ആ A4 സൈസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട്, സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതിപ്പം ബട്ടർ പേപ്പർ എന്ന് പറയും. ഇത് കേക്ക് ഉണ്ടാക്കുന്ന എല്ലാവരുടെയും കൈ കാണും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നത്. അപ്പോൾ ഇതില്ലാത്തവർ വിഷമിക്കേണ്ട. വെള്ള പേപ്പർ എടുത്തിട്ട് അതിനകത്ത് വടിച്ചിട്ട് എണ്ണ തൂത്തിട്ട് ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ സൈഡിൽ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇളക്കാതെ വരത്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇളകി പോരും. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പാത്രത്തിൽ ഒരു സീവർ വെച്ചിട്ട്, ഇത് ചെറിയ ഹാഫ് കപ്പ് എന്ന് പറയും. ഇത് ഞങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ്. നിങ്ങളുടെ വീട്ടിലും കാണും, എൻ്റെ ഇച്ചിരി വലുതാണേ. അപ്പോൾ ഞാൻ നിങ്ങളെ അതിനകത്തൊന്ന് അളന്ന് കാണിക്കുക. ഇപ്പം ഹാഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് 1 ഗ്ലാസ് എടുക്കുമ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കപ്പിന് പകുതിയേ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം ഗ്ലാസ് മാറ്റിയിട്ട് കപ്പിനകത്ത് അളക്കുക. കപ്പിനകത്ത് നിങ്ങൾ നല്ലപോലെ അളന്ന് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് അളവ് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അളവ് നിങ്ങളൊന്ന് നോക്കിയേ, കണ്ടോ, അളവ് കണ്ടോ? ആ അളവിലുള്ള മൈദാപ്പൊടിക്ക് 2 മുട്ട. അതേസമയം ആ 1 ഗ്ലാസ് പൊടിക്കാണെങ്കിൽ 4 മുട്ട. ഇതാണ് കണക്ക്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ആ മൈദാപ്പൊടി, അങ്ങനെ ഹാഫ് മൈദാപ്പൊടി നമ്മൾ സീവറിനകത്തേക്ക് ഇടുന്നു. അതിനുശേഷം 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ. കണ്ടോ, ബേക്കിംഗ് സോഡ. അതിന് നമ്മൾ നുള്ളി ഇട്ടാൽ മതി. 1/4 നുള്ളി ഇട്ടാലും മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് നുള്ളി ഇട്ടാലും മതി. പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ 3 പ്രാവശ്യം അരിച്ച് വെക്കണം. 3 പ്രാവശ്യം അരിച്ച് വെക്കണമെന്ന് പറയുന്നത്, നമ്മളിതിൽ ചേർത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സോൾട്ടും നല്ല വൃത്തിയായിട്ട് മിക്സായി ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് 3. ഇപ്പോൾ ഈ സീവർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ പൊടി സീവ് ചെയ്തെടുത്താലും മതി. അതിന് ശേഷം ഇനി നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതുപോലെ ഉണങ്ങിയിരിക്കുന്നതായിരിക്കണം. ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ച സാധനവും ആയിരിക്കരുതേ. 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊരു 2-3 മിനിറ്റ് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തുകൊണ്ട് വരണവേ. ഒരു 3 മിനിറ്റൊക്കെ അടിച്ചാൽ മതി, ചൂടാവരുത്. ബാറ്റർ ഒരിക്കലും ചൂടാവരുത്. അപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളത് ബീറ്റ് ചെയ്യാനായിട്ട്. ഒരു 3 മിനിറ്റ് അടിച്ചെടുത്തിട്ട് വരിക. അപ്പോഴത്തേക്ക് നമുക്ക് അത് നന്നായിട്ട് പതഞ്ഞ് വരും. പതഞ്ഞ് വന്നു. അതിനകത്തേക്ക് നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കണമായിരുന്നേ. അത് ഞാൻ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പഞ്ചസാര ഇട്ടിട്ട് വേണമായിരുന്നു അടിക്കാൻ. അതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കണം.
മിക്സിയിലടിക്കുമ്പോൾ ഇത്രേ കാണത്തുള്ളൂ. നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല കൂടുതലായിട്ട് ബാറ്ററുണ്ടേ. അതിനുശേഷം അതിനകത്തേക്ക് 3 തവണയായിട്ട് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാൻ. 2 or 3 തവണയായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ദണ്ടെ ഇങ്ങനെ പതുക്കെ റൊട്ടേഷനിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇത്തരം സ്പാച്ചുല നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ്റെ തടിയുടെ തവിയില്ലേ, അത് വെച്ചിട്ടായാലും നമുക്കിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാം. റൊട്ടേഷനിലായിരിക്കണമെന്നേ ഉള്ളൂ, കുത്തി ഇളക്കരുത്. പതുക്കെ റൊട്ടേഷനിൽ. ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടിയോണ്ട് അങ്ങനെ കാണുവാണേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ പഞ്ചസാര പൊടിച്ച പാത്രത്തിനകത്തോട്ട് നമ്മുടെ ഏത്തയ്ക്ക ഇട്ടിട്ട് അതും അരച്ചെടുക്കണം. ഇതിച്ചിരി സമയം എടുക്കും കേട്ടോ, നല്ല സമയം എടുക്കും ഈ സാധനം ഒന്നും നന്നായിട്ട് അതിനകത്ത് മിക്സായിട്ട് വരാൻ. അതാ ഇത്രയും ഡിലേ കാണിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പതുക്കെ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ നിങ്ങളങ്ങോട്ട് ഇടുമ്പോഴേ അയ്യോ ഇത് റെഡി ആയില്ലല്ലോ അങ്ങനെ വിചാരിക്കേ വേണ്ട. പിണഞ്ഞ് കിടക്കും. പക്ഷെ 2-3 പ്രാവശ്യം ഇങ്ങനെ പതുക്കെ ആക്കുമ്പോൾ നന്നായിട്ട് ബാറ്റർ റെഡിയായി വരും. അതിനുശേഷം നമ്മൾ ഈ നല്ലതുപോലെ ഇത്രയും പഴുക്കണമെന്നില്ല, ഇതിന് മുമ്പുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇത് പഴുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, പൾപ്പാക്കിയിട്ട് ആ പൾപ്പും കൂടി കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിങ്ങനെ അപ്പം നല്ല ഗോതമ്പിൻ്റെ നിറം പോലെ നല്ല ഗോൾഡൻ നിറമായിട്ട് വരും. നമ്മുടെ ബാറ്റർ അങ്ങനെ ഗോൾഡൻ നിറമായിട്ട് വരും. അതിനുശേഷം ഞാൻ ജാറിനകത്തുള്ളതും കൂടി ഇങ്ങോട്ട് വടിച്ചിടുന്നുണ്ട്, നമ്മളത് കളയണ്ടല്ലോ. അതുകൊണ്ട് ഈ സ്പാച്ചിൽ വെച്ചാകുമ്പോൾ അതെല്ലാം ഇനി പോരും. നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതില്ലാത്തവർ വിഷമിക്കണ്ട, നമ്മൾ അല്ലാതെ ഇനി തൂത്തിട്ടാലും സ്പൂൺ വെച്ചോ വല്ലതും തൂത്തിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ടിന്നിനകത്തേക്ക് മോൾഡിനകത്തേക്ക് ഒഴിക്കുവാണേ. ഒഴിച്ചിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കിയിട്ടേക്കുന്ന ഓവനകത്തേക്കാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് ഗ്യാസിലും വെക്കാം, ഒരു വിഷമവും ഇല്ല. ഒരു ചരുവമോ ഉരുളിയോ ബിരിയാണി പോട്ടോ എന്തായാലും മതി. അതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു തിരികെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വേവും. ചിലത് 30 മിനിറ്റിന് വേവത്തില്ല, 5 മിനിറ്റ് കൂടെ എടുക്കും. അപ്പോൾ എൻ്റെ ഓവൻ ഇതാണേ. ഞാനിങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിനകത്തേക്ക് വെച്ചിട്ട് ഞാൻ ടൈം സെറ്റ് ചെയ്തു 30